ഹലോ ഗൈസ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ക്രിപ്റ്റോ ട്രേഡിംഗ് നമുക്ക് പഠിച്ചെടുക്കാം, അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസ് അവേഴ്സിന് ശേഷം എന്നിട്ട് ക്ലാസ്സിനെല്ലാം ശേഷം ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയുമുള്ള A to Z കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബിറ്റ്കോയിൻ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ബിറ്റ്കോയിൻ ഹാൾവിംഗ് എന്താണ്, അതുപോലെ ബിറ്റ്കോയിൻ മൈനിങ് എന്താണ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിനി ഏറ്റവും സിമ്പിളായിട്ട് ബിറ്റ്കോയിൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു എന്താണ് ക്രിപ്റ്റോ കറൻസി, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ബാക്കിലെ ടെക്നോളജീസ് ആയ ക്രിപ്റ്റോഗ്രഫി എന്താണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നെല്ലാം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അവിടെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് ഫിയറ്റ് കറൻസി സിസ്റ്റമാണ്. അപ്പോൾ ഈ ഫിയറ്റ് കറൻസി സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഒരു കറൻസി സിസ്റ്റമാണ് ക്രിപ്റ്റോ എന്നുള്ളത്. അപ്പോൾ ക്രിപ്റ്റോയിൽ തന്നെ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കറൻസിയാണ് ബിറ്റ്കോയിൻ എന്നുള്ളത്. അപ്പോൾ ബിറ്റ്കോയിനെ കുറിച്ചുള്ള ആദ്യമായിട്ടുള്ള ഡിസ്കഷൻസ് വരുന്നത് 2009 സതോഷി നാക്കമോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരു വ്യക്തിയാണോ അതൊരു കൂട്ടം ആളുകളാണോ എന്നറിയില്ല, നമുക്ക് എന്തായാലും ഒരു വ്യക്തിയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അദ്ദേഹം ഇന്റർനെറ്റിലൂടെ ഈ കാണുന്ന ഒരു വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ട് പറയുമായിരുന്നു, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കറൻസി സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഈ പുതിയൊരു കറൻസിയായ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നതിന് നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വൈറ്റ് പേപ്പർ അദ്ദേഹം ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എന്താണ് ബിറ്റ്കോയിൻ, അത് നമ്മുടെ ഇന്നത്തെ സെൻട്രലൈസ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നതിലൂടെ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വൈറ്റ് പേപ്പറിൽ അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്റ് കിട്ടും. അതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഏറ്റവും ഈസി ആയിട്ട് ബിറ്റ്കോയിൻ എന്താണെന്ന് മനസ്സിലാക്കാം. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് സെക്യൂർഡ് ആയി ഡിജിറ്റലി വർക്ക് ചെയ്യുന്ന പുതിയൊരു കറൻസി സിസ്റ്റമാണ് ബിറ്റ്കോയിൻ എന്നുള്ളത്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരാൾക്ക് ബാങ്ക്സിൻ്റെയോ അല്ലാതെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒന്നും സഹായമില്ലാതെ മറ്റൊരാൾക്ക് നമുക്ക് പണം അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇന്ന് പണം അയക്കുന്നത് എങ്ങനെയാണ്, ബാങ്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഇവിടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ ആരും കൺട്രോൾ ചെയ്യുന്നില്ല. നമുക്ക് ലോകത്തിൻ്റെ ഏത് സൈഡിലുള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഈ ബിറ്റ്കോയിൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പണം അയച്ചു കൊടുക്കാം. ഇവിടെ ട്രാൻസാക്ഷൻ ലിമിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കൺട്രി ലിമിറ്റോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഒരു റെസ്ട്രിക്ഷനും ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ബിറ്റ്കോയിൻ ഇന്നത്തെ ഈ ഒരു സെൻട്രലൈസ് കറൻസി സിസ്റ്റത്തിൽ നിന്നും ഏറ്റവും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് സപ്ലൈ ആണെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ലോകത്ത് ആകെ അവൈലബിൾ ആയിട്ടുള്ള ജനറേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ബിറ്റ്കോയിൻ എന്നുള്ളത് 21 മില്യൺ ആണ്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു ബിറ്റ്കോയിൻ്റെ റേറ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഏകദേശം 86 ലക്ഷം രൂപയുടെ മുകളിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നുണ്ട്, അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ എന്താ, സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെൻട്രലൈസ് ഫിയറ്റ് കറൻസി സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഗവൺമെൻറ് എത്ര കറൻസീസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ മുന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ എന്താണ്, ഒരു രാജ്യത്തിന് ആവശ്യത്തിലും കൂടുതലുള്ള കറൻസീസ് പ്രിൻറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, അവിടെ ആ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ കൂടുന്നു എന്നുള്ള. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം കൂടുന്നു. പണപ്പെരുപ്പം കൂടിയിട്ടുണ്ടെന്ന രാജ്യം ദരിദ്രം കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി മനസ്സിലാക്കിയതായിരുന്നു. അതുപോലെ നമ്മളിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബിറ്റ്കോയിൻ എല്ലാവരും ഒരു ഡിജിറ്റൽ കറൻസിക്ക് അപ്പുറം ഒരു ഡിജിറ്റൽ അസറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മറ്റു ഡിജിറ്റൽ അസറ്റ്സ് എല്ലാം പോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് അത് സെയിൽ ചെയ്യുന്നു, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അത്തരത്തിലാണ് ബിറ്റ്കോയിൻ എന്ന് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇന്ന് ലോകത്ത് ബിറ്റ്കോയിൻ ഒരു കറൻസി ആയിട്ട് ഒരുപാട് കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബിറ്റ്കോയിൻ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ പല സാധനങ്ങളും വാങ്ങിക്കാം. അത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിന് ഉദാഹരണമാണ് ടെസ്ല, അതുപോലെ മൈക്രോസോഫ്റ്റ് എല്ലാം. അവരെല്ലാം ഈ ഒരു ബിറ്റ്കോയിനെ അവരുടെ ഒരു പേയ്മെന്റ് മെത്തേഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ബിറ്റ്കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സമയത്ത് കാര്യങ്ങളെല്ലാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ബിറ്റ്കോയിൻ ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല, അതുപോലെ ഇതിനൊരു കറൻസി ആയിട്ട് ആരും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ബിറ്റ്കോയിനിൽ ആദ്യമായിട്ട് നടന്നുള്ള ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയപ്പെടുന്നത് 2010 ലാസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി 2 പിസ്സ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു പോസ്റ്റ് ഇടുകയാണ്, എനിക്ക് 2 പിസ്സ വേണം, ഇതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ബിറ്റ്കോയിൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ മറ്റൊരു വ്യക്തി വന്നിട്ട് ഈ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പിസ്സ ഡെലിവർ ചെയ്യുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇദ്ദേഹം ലാസ്ലോ അന്ന് കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ബിറ്റ്കോയിൻ ആയിരുന്നു. നമ്മൾ ഏകദേശം ഇന്നത്തെ ഇന്ത്യൻ മണി നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫിഗറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര ഡിജിറ്റ് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഉറപ്പാണ് ഇദ്ദേഹം അന്ന് വാങ്ങിച്ച് കഴിച്ച ഈ 2 പിസ്സയെ കുറിച്ച് ആലോചിച്ച് ഇന്നും ഇദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം അത്രയും വലിയൊരു എമൗണ്ടാണ് അദ്ദേഹം 2 പിസ്സയ്ക്ക് വേണ്ടിയിട്ട്
അന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ബിറ്റ്കോയിൻ എന്നും അത് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കറൻസി സിസ്റ്റത്തിൽ നിന്നും എങ്ങനെയാണ് ബിറ്റ്കോയിൻ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ഈസി ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കിനി നോക്കാം ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ബിറ്റ്കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പല ടെക്നിക്കൽ വേർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നത്തെ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെയാണ് മാത്രമാണ് നമ്മൾ മുന്നോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ നമ്മൾ കാണാം 8 പേരുണ്ട്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ത് ചെയ്യണം, ഈ ഒരു വ്യക്തിയിലേക്ക് പണം അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ ബിറ്റ്കോയിൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിജിറ്റൽ വാലറ്റ് ഇവരുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സസ് ചെയ്തതിന് ശേഷം റിസീവറുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഈ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യാണ്. പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷന് കറക്റ്റായിട്ട് ഈ ഒരു സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് എത്തണം. ഇത് കറക്റ്റായിട്ട് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സെക്യൂർഡ് ആയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രഫി ടെക്നോളജി എന്നുള്ളത്. ഇപ്പോൾ നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്യപ്പെട്ടുള്ള ഈ ഒരു ട്രാൻസാക്ഷനെ എന്ത് ചെയ്യണം, വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു സെൻട്രലൈസ് സിസ്റ്റത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബാങ്കാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഡീസെൻട്രലൈസ് സിസ്റ്റത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അല്ലാതെ ഇത്തരത്തിൽ സ്റ്റോറിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ള നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പ്രവർത്തിക്കുന്നത് ഒരു പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ സിസ്റ്റത്തിലൂടെയാണ്. അഥവാ ഈ ഒരു ലെഡ്ജറിൻ്റെ കോപ്പി, ഈ ട്രാൻസാക്ഷൻ സമ്മറിയുടെ കോപ്പി എല്ലാവരുടെ കമ്പ്യൂട്ടറിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരുടെ കമ്പ്യൂട്ടറിലും ഈ ഒരു ലെഡ്ജറിൻ്റെ കോപ്പി ഉണ്ടാവും. പുതിയതായിട്ട് നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ലെഡ്ജർ കോപ്പിയിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഈ ഒരു ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലെ വാലിഡേഷൻ റൂൾസ് പാലിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ പെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും വാലിഡേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് മൈനർ എന്നുള്ളത്. സപ്പോസ് ഈ ഒരു കേസിൽ ഈ ഒരു വ്യക്തിയാണ് ഈ മൈനർ എന്നുള്ളത് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ വന്നിട്ട് ഫസ്റ്റ് ഈ പെൻഡിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവർക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നു ഈ ഒരു വ്യക്തിയുടെ അഥവാ സെൻഡറുടെ അക്കൗണ്ടിൽ ഇത്രയും ബിറ്റ്കോയിൻ ഉണ്ട്, അതുപോലെ തന്നെ റിസീവറുടെ വാലിഡ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ഇവർ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചെക്ക് ചെയ്തതിനു ശേഷം ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യുന്നു. ഈ ഒരു ട്രാൻസാക്ഷൻ്റെ കോപ്പി എല്ലാവരുടെ ലെഡ്ജറിലും അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഇതിൻ്റെ വാലിഡേഷൻ മെക്കാനിസം വർക്ക് ആവുന്നത്, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൻ്റെ വാലിഡേഷൻ മെക്കാനിസം വർക്ക് ആവുന്നത് എന്നുള്ളതാണ്. ഒരു ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ് നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ വാലിഡേഷൻ നടക്കുന്നത്, അതുപോലെ വാലിഡേറ്റ് ചെയ്യപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ബിറ്റ്കോയിൻ മൈനിങ് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കിനി നോക്കാം എന്താണ് ബിറ്റ്കോയിൻ മൈനിങ് എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ സെൻട്രൽ റിസർവിൽ നിന്ന് പുതിയതായി ബിറ്റ്കോയിൻ ജനറേറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബിറ്റ്കോയിൻ മൈനിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്നുള്ളത് 21 മില്യൺ ആയിരിക്കും. അതിൽ ഇന്ന് സർക്കുലേഷനിലുള്ളത് 19.5 മില്യൺ ബിറ്റ്കോയിൻസ് മാത്രമാണ്. ബാക്കി 1.5 മില്യൺ ബിറ്റ്കോയിൻസ് എവിടെയാണ്, ബിറ്റ്കോയിൻ്റെ സെൻട്രൽ റിസർവിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ഈ ബിറ്റ്കോയിലെ പെൻഡിങ് ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നത്, ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലെ പെൻഡിങ് ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്യുന്ന ആരാണ്, മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് 2 തരത്തിലുള്ള റിവാർഡാണ് കിട്ടുന്നത്. ഫസ്റ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫീ ആണ്. രണ്ടാമത്തെ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് റിവാർഡ് എന്ന് പറയും. അഥവാ ഈ ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലെ പെൻഡിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്ത് അവർ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിറ്റ്കോയിൻ്റെ സെൻട്രൽ റിസർവിൽ നിന്നും അവർക്ക് കിട്ടുന്ന റിവാർഡാണ് ബ്ലോക്ക് റിവാർഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ഒരു വാലിഡേറ്ററെ സെലക്ട് ചെയ്യുന്നത്, അല്ല എന്താണ് അതിൻ്റെ റൂൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ളൊരു മെക്കാനിസത്തിലൂടെ, വാലിഡേഷൻ മെക്കാനിസത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിൽ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണോ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, അവർക്ക് പെൻഡിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലെല്ലാം നമ്മുടെ കയ്യിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചുകൊണ്ട് നമുക്ക് മൈൻ ചെയ്യായിരുന്നു. എന്നിട്ട് നമുക്ക് ബ്ലോക്ക് റിവാർഡ് കാര്യങ്ങളെല്ലാം നേടായിരുന്നു. പക്ഷേ ഇന്ന് സിറ്റുവേഷൻസ് എല്ലാം മാറി, ഒരുപാട് പേര് ഈ മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇവിടുത്തെ കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, ഈ കോമ്പറ്റീഷൻ കൂടിയ കാരണം ഇന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഹൈ സ്പെസിഫിക്കേഷനുള്ള സിസ്റ്റങ്ങളാണ്. അതുപോലെ തന്നെ ഈ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻസിന്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ എല്ലാം ഡിഫിക്കൽട്ടി വളരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ സ്പെസിഫിക്കേഷനുള്ള കമ്പ്യൂട്ടറിൻ്റെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അതോടൊപ്പം തന്നെ നമുക്ക് വാലിഡേഷനുള്ള ചാൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാം 2008-9 ടൈമിലൊക്കെ
വേണ്ടിയാണ് നമ്മൾ ബിറ്റ് കോയിൻ മൈനിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 50 ബിറ്റ് കോയിൻ റിവാർഡായിട്ട് ലഭിക്കുമായിരുന്നു. 50 ബിറ്റ് കോയിൻ റിവാർഡായിട്ട് ബ്ലോക്ക് റിവാർഡായിട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇന്നെന്താ ചെയ്തിട്ടുണ്ട്, കോമ്പറ്റീഷൻ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നത് 3.125 ബിറ്റ് കോയിൻ മാത്രമാണ് ബ്ലോക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് ബിറ്റ് കോയിൻ മൈനിങ് എന്ന്, അതുപോലെ തന്നെ പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് ബിറ്റ് കോയിൻ ജനറേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ബിറ്റ് കോയിൻ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഒരു പുതിയ വാലിഡേറ്റർ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിവാർഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങളെല്ലാം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഈ ഒരു ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൽ ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മൈനേഴ്സ് വന്നിട്ട് ഇതിനെല്ലാം വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വാലിഡേറ്റ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൽ പെർമനൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഓരോ ബ്ലോക്കുകളായി ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയിനിൽ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ബിറ്റ് കോയിൻ സെൻട്രൽ റിസർവിൽ നിന്നും റിവാർഡായിട്ട് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ബിറ്റ് കോയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മൈനേഴ്സ് ലഭിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ബ്ലോക്ക് റിവാർഡായിട്ട് ലഭിക്കുന്നുണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബ്ലോക്കിനെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്തു, രണ്ടാമത്തതിനെ ആഡ് ചെയ്തു. അത്തരത്തിൽ 2,10,000 ബ്ലോക്കുകളാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുവരെ ഒരു ബ്ലോക്ക് റിവാർഡായിട്ട് 50 ബിറ്റ് കോയിൻ ആണ് കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ അതിന് പകുതിയായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതുവരെ കിട്ടിയിരുന്ന റിവാർഡിനെ ബ്ലോക്ക് റിവാർഡിനെ പകുതിയായിട്ട് കുറക്കുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഴയ ഡാറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഏകദേശം ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൽ 2,10,000 ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 4 വർഷത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. ഒരു 4 വർഷം കഴിഞ്ഞാൽ അടുത്ത 4 വർഷം ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഹാൾവിംഗ് വരുന്നത്. അപ്പോൾ ഇതുവരെ കിട്ടിയിരുന്ന റിവാർഡ് എന്താണോ അതിൻ്റെ പകുതി മാത്രമാണ് മൈനേഴ്സ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്താണെന്ന് ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കിവിടെ കാണാം, ബിറ്റ് കോയിൻ നെറ്റ്വർക്കിലെ ആദ്യത്തെ ബ്ലോക്ക് അഥവാ ജെനിസിസ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2009 അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു മൈനർക്ക് ലഭിച്ചിരുന്ന റിവാർഡ് എന്നുള്ളത് 50 ബിറ്റ് കോയിൻ ആയിരുന്നു നമുക്കിവിടെ കാണാം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് 2,10,000 ബ്ലോക്കുകളാവുന്നത് 2012 അപ്പോൾ അന്നാണ് ബിറ്റ് കോയിൻ്റെ ഫസ്റ്റ് ഹാൾവിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹാൾവിങ്ങിലൂടെ എന്തായി, അതുവരേക്കും 50 ബിറ്റ് കോയിൻ ഒരു ബ്ലോക്ക് റിവാർഡായിട്ട് കിട്ടിയിരുന്നത് പിന്നീട് അത് 25 കുറഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ വീണ്ടും കുറേ ബ്ലോക്കുകൾ ആഡ് ചെയ്തു. 2,10,000 ബ്ലോക്കുകൾ, അടുത്ത 2,10,000 ബ്ലോക്കുകളാവുന്നത് 2016 അപ്പോൾ ഈ ഒരു 16 രണ്ടാമത്തെ ബിറ്റ് കോയിൻ ഹാൾവിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സംഭവിക്കുന്നതിലൂടെ എന്തായി, ഇതുവരെ കിട്ടിയിരുന്ന ബ്ലോക്ക് റിവാർഡ് 25 അത് വീണ്ടും കുറഞ്ഞിട്ട് എന്തായി 12.5 ബിറ്റ് കോയിനായി ഒരു ബ്ലോക്ക് റിവാർഡായി കുറഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ബിറ്റ് കോയിൻ ഹാൾവിംഗ് സംഭവിക്കുന്നത് 2020 അപ്പോൾ ബ്ലോക്ക് റിവാർഡ് വീണ്ടും കുറഞ്ഞ് 6.25 ബിറ്റ് കോയിനായി കുറഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് സംഭവിച്ചിട്ടുള്ള 2024 ഈ ഒരു വർഷമാണ്. അപ്പോൾ ബിറ്റ് കോയിൻ ബ്ലോക്ക് റിവാർഡ് വീണ്ടും കുറഞ്ഞ് 3.125 ബിറ്റ് കോയിനായി കുറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെക്സ്റ്റ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് വരാൻ പോകുന്നത് 2028 അപ്പോൾ ഈ ഒരു ബ്ലോക്ക് റിവാർഡ് വീണ്ടും കുറഞ്ഞിട്ട് എത്ര ആവും, 1.5625 മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, 2140 വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ബിറ്റ് കോയിൻ റിസർവിൽ നമ്മൾ പറഞ്ഞു ഏകദേശം 1.5 മില്യൺ ബിറ്റ് കോയിൻ ഇനിയും ബാക്കിയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ബിറ്റ് കോയിനും ജനറേറ്റ് ചെയ്ത് 0 ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷം മൈൻ ചെയ്യുന്നതിന് മൈനേഴ്സിന് റിവാർഡായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നില്ല, ബ്ലോക്ക് റിവാർഡ് ലഭിക്കില്ല. കാരണം ബിറ്റ് കോയിൻ്റെ സെൻട്രൽ റിസർവിൽ പിന്നെ എന്തില്ല, ബിറ്റ് കോയിൻസ് പിന്നെ ഇനി അവൈലബിൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഒരു മൈനിങ് പ്രോസസ് 2140 ശേഷം ബിറ്റ് കോയിൻ മൈൻ ചെയ്യുന്ന ആളുകൾക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ എല്ലാം വാലിഡേറ്റ് ചെയ്യുന്നവർക്ക് പിന്നീട് ലഭിക്കുന്നത് ട്രാൻസാക്ഷൻ ഫീ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഓരോ ബിറ്റ് കോയിൻ ഹാൾവിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. കാരണം എന്താണ്, സപ്ലൈ കുറയാണ്, മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്ന ബിറ്റ് കോയിൻസിൻ്റെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കുറയുന്നില്ല, പക്ഷേ സപ്ലൈ കുറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഓരോ ബിറ്റ് കോയിൻ ഹാൾവിങ്ങിന് ശേഷം ഇൻക്രീസ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പിക്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്താണ്, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഏകദേശം എത്ര പീരീഡിന് ശേഷമാണ് സംഭവിക്കുന്നത്, ഓരോ ബിറ്റ് കോയിൻ ഹാൾവിങ്ങിന് ശേഷം മാർക്കറ്റിൽ ബിറ്റ് കോയിൻ അതിൻ്റെ പ്രൈസിൽ എന്ത് ഇമ്പാക്റ്റാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ബിറ്റ് കോയിൻ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ ബിറ്റ് കോയിൻ ഹാൾവിംഗ് എന്താണ്, മൈനിങ് എന്താണ്, അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു വീഡിയോ എത്തിക്കുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് അതുപോലെ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട്, ഇനീഷ്യൽ സ്റ്റേജിൽ എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ പേഴ്സണലായിട്ട് ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.